ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് മൾട്ടിപ്പിൾസും ഫാക്ടേഴ്സും എന്താണെന്ന് നന്നായിട്ട് പഠിക്കാം. ഇപ്പൊ മൾട്ടിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു നമ്പർ, ഒരു എക്സ്ട്രാ ഉള്ള നമ്പർ എടുക്കാം. 12 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഇപ്പൊ 2 into 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ നമ്മൾ പറയും 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാൻ പറ്റും. അതുപോലെ 6 ആരാണ് 12ന്റെ എന്ന് ചോദിച്ചാൽ 6 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് പറയാൻ പറ്റും. അതായത് വലിയ നമ്പർ മൾട്ടിപ്പിളും ചെറിയ നമ്പർ ഫാക്ടറും. അതുപോലെ തന്നെ 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്നും പറയാൻ പറ്റും. കാരണം 6 എന്ന് പറയുന്ന നമ്പറിനെ വേറൊരു നമ്പർ, ഇവിടെ ഇപ്പൊ 2 ആണ്, 6 എന്ന് പറയുന്ന നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നത്. 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയാം. അതുപോലെ തന്നെ 2 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്നും പറയാം. കാരണം 2 കൊണ്ട് നമുക്ക് 12നെ ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് അതിന്റെ മീനിങ്. 2 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് നമുക്ക് 12നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് 6 കൊണ്ട് നമുക്ക് 12നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 12 എന്ന് പറയുന്ന നമ്പറിന് ആകെപ്പാട് ഈ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളോ? അങ്ങനെ ചിലപ്പോൾ ഒരു ഡൗട്ട് വരും അല്ലേ. പക്ഷെ നമുക്കറിയാം 12 എന്ന് പറയുന്ന നമ്പറിന് വേറെ പല രീതിയിൽ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. 12 എന്ന് പറയുന്നത് 1 into 12 ആണ് അല്ലെ. കാരണം 1 എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണ്. 1 കൊണ്ട് എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ 12 ഇപ്പൊ 7നെ എനിക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8നെ എനിക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് അതേ നമ്പർ തന്നെ. ഇപ്പൊ 12ന്റെ കേസ് പറഞ്ഞാൽ 12 ഒരു ഫാക്ടർ ആണ് 12ന്റെ. പക്ഷെ നമ്മൾ അത് അത്രയ്ക്ക് കൺസിഡർ ചെയ്യാറില്ല. മറ്റ് നമ്പേഴ്സിനെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫാക്ടർ, മൾട്ടിപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 എന്നും പറയാനൊക്കെ പറ്റും. പക്ഷേ എപ്പോഴും നമ്മൾ ഡിഫറെന്റ് നമ്പേഴ്സ് ആയിട്ടാണ് പെയർ ചെയ്യാറ്. ഇപ്പൊ 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയും, 6 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് പറയും. ജനറൽ ആയിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ഇതുപോലെ ബാക്കി നമ്പേഴ്സ്, ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഫാക്ടർ ആയിട്ട് വരുന്നത്, ഏതൊക്കെ നമ്പേഴ്സ് ആണ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, അങ്ങനത്തെയാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ 12നെ എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. വേറൊരു രീതിയിൽ എടുത്താലോ, 12നെ 3 കൊണ്ടും അല്ലെ, 3 into 4 എന്ന് പറഞ്ഞാലും 12 ആണ്. അപ്പൊ നമുക്ക് പറയാം 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാം, 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വേണേലും പറയാം അല്ലെ. അതുപോലെ തന്നെ 3 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് പറയാം, 4 ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്നും പറയാം. അപ്പം എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൾട്ടിപ്പിൾ എന്താണ്, ഫാക്ടർ എന്താണ്. മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് വലിയ നമ്പറും ഫാക്ടർ എന്ന് പറയുന്നത് ചെറിയ നമ്പറുമാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ആയിട്ട് 14 എന്ന് പറയുന്ന നമ്പറിനെ കൺസിഡർ ചെയ്യാം. 14നെ എനിക്ക് ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? 14നെ എനിക്ക് 1 into 14 എന്ന് എഴുതാം. 2ന്റെ ടേബിളിൽ 14 ഉണ്ട് അല്ലേ. ഇപ്പൊ 14നെ എനിക്ക് 2 into 7 എന്ന് എഴുതാൻ പറ്റും. ഇനി 3യുടെ ടേബിളിലൊന്നും 14 ഇല്ല, 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. നമ്മൾ ഇതുവരെ പഠിച്ച ബാക്കി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, അതായത് 2ന്റെയും 7ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് 3, 4, 5, 6, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൽ ഒന്നും നമുക്ക് 14നെ കണ്ടു പരിചയമില്ല. എന്ന് പറഞ്ഞാൽ 14ന് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം 14 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, അല്ലെങ്കിൽ എനിക്ക് പറയാം 14 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 അല്ലെ. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ആയിട്ട് 2 ഈസ് എ ഫാക്ടർ ഓഫ് 14 എന്ന് പറയാം, അല്ലെങ്കിൽ 7 ഈസ് എ ഫാക്ടർ ഓഫ് 14 എന്നും പറയാം. ഇനി നമുക്ക് ഈ 14ന്റെ മൾട്ടിപ്പിൾ ഒരെണ്ണം നോക്കാം. 14 into 2 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 14 into 2 നമുക്ക് 28 എന്ന് കിട്ടും. ഇനി 28ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 28നെ ഏതൊക്കെ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് മൾട്ടിപ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 1 ന്ന് തുടങ്ങിയേക്കാം. 1 into 28 പറ്റും, 2 into 14 പറ്റും. 3യുടെ ടേബിളിൽ 28 ഇല്ല, 4ന്റെ ടേബിളിൽ ഉണ്ട് അല്ലേ. 4 into 7 പറ്റും. 5ന്റെ ടേബിളിലും 6ന്റെ ടേബിളിലും വരുന്നില്ല. ഇപ്പൊ ഏതൊക്കെയാ നമ്പേഴ്സ് ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 4, 7, 14, 28. ഈ നമ്പേഴ്സ് എല്ലാം 28ന്റെ ഫാക്ടർ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കണം. ശരിക്കും പറഞ്ഞാൽ 14 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു 28. കാരണം നമ്മൾ 14 into 2 ചെയ്തപ്പോഴാണ് 28 കിട്ടിയത്. 14ന്റെ മൾട്ടിപ്പിൾ ആണ് 28. അതുപോലെ തന്നെ 2ന്റെ മൾട്ടിപ്പിളും ആണ് 28. കണ്ടോ, നമ്മൾ ഈ 2 ഒക്കെ എവിടെ ഉണ്ടെന്ന് നോക്കി. 2 എന്ന് പറയുന്നത് ആക്ച്വലി 14ന്റെ ഒരു ഫാക്ടർ ആയിരുന്നു. അപ്പൊ നമുക്ക് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ 14. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ ആണ് 28. അതുപോലെ 14 എന്ന് പറയുന്നത് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരുന്നു. അപ്പൊ നോക്കി, ഇവിടെ 7 ഇവിടെയും വന്നിട്ടുണ്ട് കണ്ടോ. 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 28. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
14 എന്ന് പറയുന്നത് 28ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പോ എന്താ മനസ്സിലായത്? ഈ 14ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന 2ഉം 7ഉം എല്ലാം 28ന്റെയും ഫാക്ടർ ആണ്. അപ്പൊ ഇതാണ് കണക്ഷൻ. ഇവിടെ ഒന്നും കൂടി പറയാം. 28 എന്ന് പറയുന്ന നമ്പർ 14ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 14 എന്ന് പറയുന്ന നമ്പർ 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ 14 7ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ 28 എന്ന് പറയുന്നത് 7ന്റെയും ഒരു മൾട്ടിപ്പിൾ ആണ്, 2ന്റെയും ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ രീതിയിലും കണക്ഷൻസ് വരുന്നുണ്ട്. For each of the multiples given below, find the other numbers they are multiples of. Multiples of 8 എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുന്നത് വേറെ ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആകാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 8ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ 8ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 വേണ്ടെന്ന് വെച്ചേക്കാം. ബിക്കോസ് 1ഉം അതേ നമ്പർ 1 × 8 എന്ന് പറയുന്ന ഒരു പെയർ നമുക്ക് കിട്ടും. പക്ഷെ 1ഉം 8ഉം നമുക്ക് ഈ ഒരു കേസിലൊന്നും ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കാം. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 ഉണ്ട് അല്ലേ? 2 × 4 ഉണ്ട്. 3യുടെ ടേബിളിൽ 8 ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ 2ന്റെയും 4ന്റെ ഇടയിലുള്ള നമ്പേഴ്സിനെ പറ്റി ആലോചിച്ചാൽ മതി. അതിന്റെ ഇടയിലുള്ള ആരെങ്കിലും 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സിന്റെ എവിടെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 2ഉം 4ഉം മാത്രമേ ഉള്ളൂ 8ന് ഫാക്ടേഴ്സ് ആയിട്ട്. അപ്പൊ നമുക്ക് പറയാം മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2ഉം ആയിരിക്കും, മൾട്ടിപ്പിൾസ് ഓഫ് 4ഉം ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് 8ന്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കാം. 8 × 6 എടുത്തേക്കാം. 48. 48നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 48നെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന് വേറൊരു രീതിയിൽ പറയുന്നതാണ് ഫാക്ടർ എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് 48ന്റെ ഒരു ഫാക്ടർ ആണ്. വേറൊരു തിരിച്ചു പറയുകയാണ്, 48 എന്ന് പറയുന്നത് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ആ രീതിയിലാണ് ചോദിക്കുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുന്നത് 2ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും, 4ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് 10നെ പറ്റിയാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 10. അപ്പൊ 10 എന്ന് പറയുന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 2ന്റെ ടേബിളിലുണ്ട് 2 × 5. പിന്നെ 2ന്റെയും 5ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് 3ഉം 4ഉം. ഈ 3ഉം 4ഉം ഒന്നും 10ന്റെ ഫാക്ടേഴ്സ് അല്ല. 3യുടെയും 4ന്റെ ടേബിളിലൊന്നും 10 ഇല്ല. അപ്പൊ 2 × 5 മാത്രമാണ് 10ൽ അല്ലെ. അതായത് ഫാക്ടേഴ്സ് ഓഫ് 10 എന്ന് പറയുമ്പോൾ 2ഉം 5ഉം ആണ്. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2ഉം ആയിരിക്കും, മൾട്ടിപ്പിൾസ് ഓഫ് 5ഉം ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 12നെ കുറിച്ചാണ്. അപ്പൊ 12നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? 1 ഒഴിവാക്കിയേക്കാം. പിന്നെ 2 × 6 പറ്റും. ഇനി 2ന്റെയും 6ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് നോക്കണം. 3യുടെ ടേബിളിൽ ഉണ്ട് 12 ഉണ്ട്. 3 × 4 ചെയ്താലും 12 കിട്ടും. അപ്പോ എല്ലാ നമ്പേഴ്സും ആയി 2, 3, 4, 6. അപ്പൊ 2, 3, 4, 6 ഈ നമ്പേഴ്സിന്റെ എല്ലാം മൾട്ടിപ്പിൾ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 12 എടുത്തു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ നോക്കാം. 12ന്റെ ഒരു മൾട്ടിപ്പിൾ 36. 12 × 3 ചെയ്താൽ 36 കിട്ടും. ഈ 36നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ടും പറ്റും, 6 കൊണ്ടും പറ്റും. അതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 12 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2, 3, 4 and 6 ആയിരിക്കും. Check whether each of the statements below is true or false. For true statements, explain why they are so. For the false statements, give an example in which it is not true. അപ്പം കറക്റ്റ് ആണോ, ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം വൈ ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളത്. പിന്നെ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കണം എവിടെയാണ് അത് ഫോൾസ് ആയി പോയിട്ടുള്ളതെന്ന്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണ് അല്ലേ? കാരണം 20 എന്ന് പറയുന്നതിന് ഫാക്ടർ ആയിട്ട് 2 × 10 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ, 10 ഈസ് എ ഫാക്ടർ ഓഫ് 20. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾ ദ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് ട്രൂ ആണ്. അടുത്തത് ഓൾ ദ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2. അതും ട്രൂ ആണ്. കാരണം 10 എന്ന് പറയുന്നത് നമുക്ക് 2 × 5 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് 10 അല്ലെ. 10ന്റെ ഒരു ഫാക്ടർ ആണ് 2. അപ്പൊ 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതൊരു നമ്പറും 2ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് അതും ട്രൂ ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. അതും ട്രൂ ആണ്. കാരണം 15 എന്ന് പറയുന്നതിന്റെ ഒരു ഫാക്ടർ ആണ് 5. 5 × 3 ചെയ്താൽ 15 കിട്ടും.
അപ്പൊ 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 5ന്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അടുത്തത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3. അതും ട്രൂ ആണ്. കാരണം 15 എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. 3 into 5 ചെയ്താൽ 15 കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ്. 15നെ ലൈക്ക് 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 3യുടെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇനി അടുത്തത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. അത് ഫോൾസ് ആണ്. ഓൾ ദ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15 എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ 5 into 4 ചെയ്താൽ 20 കിട്ടും. പക്ഷേ ഇത് ഈ 20 എന്ന് പറയുന്നത് 15ന്റെ മൾട്ടിപ്പിൾ അല്ല. അല്ലെങ്കിൽ 20നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു റിമൈൻഡർ വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദിസ് ഇസ് നോട്ട് എ ഫാക്ടർ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാല് എല്ലാ മൾട്ടിപ്പിൾസും 5ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 15ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നില്ല. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. അതും ഫോൾസ് ആണ്. ഫോൾസ്. ബിക്കോസ് ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. 3 into 3 ചെയ്താൽ നമുക്ക് 9 കിട്ടും അല്ലെ. 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാൻ പറ്റും. പക്ഷെ ഈ 9 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 15 അല്ല. അപ്പൊ ഇതും ഫോൾസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചാണ്. പ്രൈം നമ്പർ. പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എ നമ്പർ, എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 which has no factors other than 1 and itself. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3 എന്ന് പറയുന്നതിന്റെ ഫാക്ടർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ആകപ്പാടെ 1 into 3 ഉണ്ട്. വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് 3നെ കാണാൻ പറ്റത്തില്ല. അതുപോലെ 7 എന്ന് പറയുമ്പോൾ ആകപ്പാടെ 7 into 1 ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് 7 എന്ന് പറയുന്ന ആളെ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അതായത് പ്രോഡക്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് 7ഉം വരുന്നില്ല, 3യും വരുന്നില്ല, 5 വരുന്നില്ല. അങ്ങനത്തെ ഒരു ചില പ്രത്യേകതരം നമ്പേഴ്സ് ഉണ്ട്. അവരെ പറയുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോ 1 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ആകപ്പാടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ? 1 into 1. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 1നെ എനിക്ക് വേറൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല, 1 ഒരു പ്രൈം ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ 1നെ മാത്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 ഈസ് നീദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ്. അത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ പ്രൈം അല്ലാത്ത നമ്പേഴ്സിന് പറയുന്ന പേരാണ് കേട്ടോ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നുള്ളത്. ഇവിടെയുണ്ട് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ പ്രൈം എന്ന് പറഞ്ഞാല് ഇതുപോലെ 1ഉം അതേ നമ്പറും മാത്രമേ ഫാക്ടർ ആയിട്ട് വരുള്ളൂ, വേറെ ഒരൊറ്റ ഫാക്ടർ പോലും ഇല്ല. അങ്ങനത്തെ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് 25 വരെയുള്ള നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. അതിനൊരു ഗെയിം പോലെ നമുക്ക് കളിക്കാം. എന്തായാലും 1 എന്ന് പറയുന്ന നമ്പർ നീദർ പ്രൈം നോർ കോമ്പോസിറ്റ്. നമ്മൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് പ്രൈമിനകത്ത് പെട്ടയാളല്ല. പക്ഷെ 2 എന്ന് പറയുന്ന ആളെ നമുക്ക് ആകെപ്പാടെ 1 into 2നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വേറെ ഒരു ടേബിളിലും ഒരു പ്രോഡക്റ്റ് ആയിട്ട് 2 വരുന്നില്ല. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ ആണ്. സർക്കിൾ ചെയ്തു. ഇനി 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും, ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഇപ്പൊ 4ന്റെ കേസ് എടുത്തു. ഞാനിപ്പോ കട്ട് ചെയ്തത് 4 ആണ്. 4 എന്ന് പറയുന്നയാളെ എനിക്ക് 2 into 2 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് പ്രൈം അല്ല. പ്രൈം എന്ന് പറയുമ്പോഴത്തേക്കും 1ഉം അത് സെയിം നമ്പർ മാത്രമേ ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ 4ന് ഫാക്ടർ ആയിട്ട് വേറൊരു നമ്പർ വന്നിട്ടുണ്ട് 2. അതുകൊണ്ട് 4 എന്തല്ല? പ്രൈം അല്ല. അതായത് 4നെ കട്ട് ചെയ്തു. ഇതുപോലെ 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും കട്ട് ചെയ്യാം. കാരണം 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസിലും ഫാക്ടർ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. അതുകൊണ്ട് അവരൊന്നും പ്രൈം ആവത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രൈം ലൈക്ക് 2ന്റെ മൾട്ടിപ്പിൾസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 3 ആണ് അല്ലെ. 3 നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു. 3 എന്ന് പറയുന്ന ആൾ ഒരു പ്രൈം നമ്പർ ആണ്. സർക്കിൾ ചെയ്തു. ഇനി 3യുടെ മൾട്ടിപ്പിൾസ് ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കണം. 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം കട്ട് ചെയ്യാം. കാരണം 9 എന്ന് പറയുന്ന നമ്പറിന് 9ഉം 1ഉം മാത്രമല്ല ഫാക്ടർ ആയിട്ടുള്ളത്, 3യും 9ന്റെ ഒരു ഫാക്ടർ ആണ്. അതുകൊണ്ട് 9 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 9 പ്രൈം അല്ല. അതാണ് അത് കട്ട് ചെയ്തതിന്റെ മീനിങ്. ഇനി 3യുടെ വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ഇവിടെ ബാക്കിയുണ്ടോ? ഉണ്ട്. 15 3യുടെ മൾട്ടിപ്പിൾ ആ, കട്ട് ചെയ്തു. ഇനി 21 3യുടെ മൾട്ടിപ്പിൾ ആ, കട്ട് ചെയ്തു. ഓക്കെ, അപ്പം അത്രയായി. ഇനി അടുത്തയാള് 5 ഇരിപ്പുണ്ട്. 5 ഒരു പ്രൈം നമ്പർ ആണ്. സർക്കിൾ ചെയ്തു. ഇനി 5ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം കട്ട് ചെയ്തേക്കാം. 5ന്റെ മൾട്ടിപ്പിൾസ് ഓൾറെഡി കുറെ കട്ട് ചെയ്തു പോയി. 25 ബാക്കി ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്തു. ബിക്കോസ് 25 എന്ന് പറയുന്ന പ്രൈം അല്ല, അത് കോമ്പോസിറ്റ് ആണ്. 25ന് ഫാക്ടർ ആയിട്ട് 5 ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി ഇവിടെ 7 ഉണ്ട്. 7 ഒരു പ്രൈം നമ്പർ ആണ്. 7ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിള് ഇവിടെ കട്ട് ചെയ്യാതിരിപ്പുണ്ടോ എന്ന് നോക്കാം. 14 കട്ട് ചെയ്തു, 21ഉം കട്ട് ചെയ്തു, വേറെ ആരും ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ 7ഉം ആരാണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഇനി ഇങ്ങനെ കട്ട് ചെയ്യാത്ത ആരാ ഉള്ളത്? 11 ശരിക്കും പറഞ്ഞ ഒരു പ്രൈം നമ്പർ ആണ്. വേറെ
അതിലും ചെറിയ നമ്പേഴ്സിന്റെ 11-നേക്കാട്ടിലും ചെറിയ നമ്പേഴ്സിന്റെ ഒന്നും മൾട്ടിപ്ലൈ ആയിട്ട് 11 വരുന്നില്ല. അപ്പം അതുപോലെ 13 പ്രൈം ആണ്, 17 പ്രൈം ആണ്. കാരണം കട്ട് ചെയ്യാതിരിക്കുന്നതുണ്ടോ, 19 പ്രൈം ആണ്, 23 പ്രൈം ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് 100 വരെയുള്ള നമ്പേഴ്സ് എഴുതാം. ലോങ് ടേബിൾ ആയി പോകുന്നേ ഉള്ളൂ. അപ്പൊ ഓരോ പ്രൈം നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ആ പ്രൈം നമ്പറിന്റെ ബാക്കിയുള്ള മൾട്ടിപ്പിൾസ് ഏതെങ്കിലും കട്ടാവാതെ ഇരിക്കുന്നുണ്ടോ നോക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് മാത്രം ഇങ്ങനെ സർക്കിൾ ചെയ്ത് കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? 25 വരെയുള്ള നമ്പേഴ്സിലുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, പിന്നെ 11, 13, 17, 19 ആൻഡ് 23. ഇത്രയും ആൾക്കാരാണ് പ്രൈം നമ്പേഴ്സ് അപ് ടു 25. How 60 can be written as a product of primes? ഇപ്പൊ പ്രൈം നമ്പേഴ്സ് മാത്രമായിട്ട് നമ്മൾ ഫാക്ടേഴ്സ് ആക്കി എഴുതും. അതിന് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാറുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ അതായത് പ്രൈം നമ്പേഴ്സ് മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുകയുള്ളൂ. അങ്ങനെയുള്ള പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 60നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതണം. അപ്പൊ 60യുടെ ഫാക്ടേഴ്സ് ആദ്യം നോക്കാം. 60നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഞാനിവിടെ 2 എന്ന് എഴുതും. 2 കൊണ്ട് 60യെ ഡിവൈഡ് ചെയ്യണം. 60 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടുമല്ലോ. കാരണം 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, പിന്നെ ഒരു 0 ഉണ്ട്. അപ്പൊ ഇവിടെ 30 എന്ന് എഴുതി. അതിൽ 2 ഒരു പ്രൈം നമ്പർ ആണ്, സർക്കിൾ ചെയ്തു. പക്ഷെ 30 പ്രൈം നമ്പർ അല്ല. അപ്പൊ 30യെ വീണ്ടും എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 30 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ 30യെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് എന്ന് വെച്ചോ. 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹാഫ് എടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ 1 times 2 2 എന്ന് എഴുതി. പിന്നെ 10 വന്നു. 5 times 2 10. അപ്പൊ ഇവിടെ എത്ര വന്നു? ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് 15 ആണ്. അതിൽ 2 ഒരു പ്രൈം ആണ്, ഞാൻ സർക്കിൾ ചെയ്തു. 15 പക്ഷെ പ്രൈം അല്ല, കോമ്പോസിറ്റ് ആണ്. കാരണം 15 എനിക്ക് വീണ്ടും എന്തായി സ്പ്ലിറ്റ് ചെയ്യാം? 3 into 5 എന്ന് എഴുതാം അല്ലെ. 15 എന്ന് പറഞ്ഞാൽ 3 into 5 ആണ്. അപ്പൊ 3യും ഒരു പ്രൈം ആണ്, 5ഉം ഒരു പ്രൈം ആണ്. ഇപ്പൊ അവസാനം വന്നപ്പോഴത്തേക്കും രണ്ട് ബ്രാഞ്ചിലോട്ടും പ്രൈം നമ്പേഴ്സ് തന്നെ ആയിട്ട് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 60 is equal to ഇവിടുന്ന് തുടങ്ങാം. 2 into 2 into 3 into 5 എന്ന് എഴുതാൻ പറ്റും. 2 into 2 into 3 into 5. 2 into 2 4 വരും. 3 into 5 ചെയ്താൽ 15 വരും. നമുക്കറിയാലോ 4 into 15 ചെയ്താൽ 60 കിട്ടും. പക്ഷെ അത് നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഓരോരോ പ്രൈം നമ്പർ ആയിട്ട് ആദ്യം കണ്ടുപിടിച്ചു. ഇപ്പൊ 2 ആദ്യം നമ്മൾ എഴുതിയെങ്കിൽ 2 കൊണ്ട് ആദ്യം 60യെ ഡിവൈഡ് ചെയ്തിട്ട് 30 എഴുതി. 30നെ വീണ്ടും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് പ്രൈം നമ്പർ ആദ്യം ഒരു പ്രൈം നമ്പർ കണ്ടുപിടിച്ചാൽ മതി. 2 എടുത്തെങ്കിൽ 2 കൊണ്ട് 30യെ ഡിവൈഡ് ചെയ്യുന്നു, 15 കിട്ടി. 15നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെ എല്ലാ നമ്പേഴ്സും ഇപ്പം 2, 2, 3, 5 എന്ന് പറയുന്ന എല്ലാവരും ഇപ്പൊ പ്രൈം നമ്പേഴ്സ് ആണ്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എന്നുള്ളത്. How 84 is written as a product of primes എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 84ൽ നിന്ന് തുടങ്ങണം അല്ലെ. 84നെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കണം. ഏറ്റവും പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാന്ന് ഓർത്താൽ മതി. 2, 3, 5, 7, പിന്നെ 11, 13 അങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള പ്രൈം നമ്പർ ഒന്നും നമുക്ക് കുഞ്ഞു ക്ലാസ്സുകളിൽ ആവശ്യം വരത്തില്ല കേട്ടോ. അപ്പൊ ആദ്യം എന്തായാലും 2 കൊണ്ട് ഡിവിസിബിൾ ആണോ 84? ആണ്. കാരണം 84 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 84നെ നമുക്ക് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 times 2 8 എന്ന് വരും. ഇവിടെ 0, ഇവിടെ 4. 2 times 2 4 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 42 അല്ലേ ആൻസർ. 42 ഇവിടെ എഴുതി. ഇതിൽ 2 ഒരു പ്രൈം ആണ്, സർക്കിൾ ചെയ്തു. ഇനിയുള്ള 42നെ വീണ്ടും 2, ഇത് 42 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ അല്ലേ. അപ്പൊ 42നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 times 2 4 വന്നു. 0 കിട്ടി. 2 വന്നു. 1 times 2 2. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 21 അല്ലേ. അപ്പൊ ഇവിടെ 2 വന്നു, ഇവിടെ 21 വന്നു. 2 ഒരു പ്രൈം നമ്പർ ആണ്, സർക്കിൾ ചെയ്തു. ഇനി അടുത്തത് 21. 21 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 21 3യുടെ ടേബിളിലുണ്ട്. 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, കാരണം 21 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. പക്ഷെ 3യുടെ ടേബിളിനകത്ത് 21 ഇരിപ്പുണ്ട്. 3 into 7. അപ്പൊ എനിക്ക് 21നെ ഇങ്ങനെ എഴുതിയിട്ട് 3, 7 എന്ന് കൊടുക്കാം. ഇതിലിപ്പോ 3യും പ്രൈം നമ്പറിൽ പെട്ടയാളാണ്, 7ഉം പ്രൈം നമ്പറിൽ പെട്ടയാളാണ്. തീർന്നു, പ്രൈം ഫാക്ടറൈസേഷൻ തീർന്നു. അപ്പൊ എനിക്ക് പറയാം എങ്ങനെയാ തീർന്നു എന്ന് പറയുന്നത്? കിട്ടുന്ന രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പർ ആണല്ലോ, അവിടെ നിർത്തുവാണ് കേട്ടോ. അപ്പൊ 84 is equal to 2 into 2. കേട്ടോ, ആ സർക്കിളിൽ കിടക്കുന്നവരെയാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ 3 ഉണ്ട്, പിന്നെ ഈ 7ഉം. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. അപ്പൊ ഇവിടെ 5 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതണം. നമുക്ക് ഓരോരുത്തരായിട്ട് ചെയ്യാം. ആദ്യം തന്നേക്കുന്നത് 24 ആണ്.
24. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 2, 3, 5, 7 എറ്റ്സെട്ര അല്ലെ 11 അങ്ങനെ പോവാണ്. അപ്പൊ എന്തായാലും 24 കാണുമ്പോഴേ അറിയാം ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ 2 ഇട്ടു. എന്നിട്ടോ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ടേക്കിംഗ് ദ ഹാഫ് അല്ലെ, പകുതിയാക്കുവാണ്. ഇവിടെ 1 times 2 വന്നു 0, 4, 2 times 2 വന്നു 4, 0. അപ്പൊ 12 കിട്ടിയില്ലേ? അപ്പൊ 2 ഒരു പ്രൈം നമ്പർ ആണ്, സർക്കിൾ ചെയ്തു. പക്ഷെ 12 ഒരു പ്രൈം അല്ലാത്തത് കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. 12 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. അപ്പൊ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 into 6 ആണ് അല്ലെ 12 കിട്ടുന്നത്. അപ്പൊ 2 സർക്കിൾ ചെയ്തു. എന്നിട്ട് 6നെ എനിക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 into 3 ആണ്. കണ്ടോ, ഇപ്പൊ എല്ലാരും പ്രൈം നമ്പേഴ്സ് ആണ്. സർക്കിളിനകത്ത് കിടക്കുമ്പോൾ അതിന്റെ മീനിങ് പ്രൈം നമ്പർ. അപ്പൊ ഇവിടെ ഈ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ സർക്കിളിൽ കിടക്കുന്നവരെ 2 into 2, പിന്നെയോ ഇവിടെ 2 into 3. അപ്പൊ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കി എഴുതുന്നത്. ഇനി നമുക്ക് അടുത്ത നമ്പർ തന്നിരിക്കുന്നത് 35 ആണ്. അപ്പോ 35 ആക്ച്വലി നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. 2 കൊണ്ട് ഡിവിസിബിൾ ആണോ 35? അല്ല, കാരണം ഇത് ഈവൺ നമ്പർ അല്ല. ഈവൺ നമ്പേഴ്സ് മാത്രമേ 2 കൊണ്ട് ഡിവിസിബിൾ ആവുള്ളൂ. പിന്നെ ഉള്ളത് 3 ആണ്. 3യുടെ ടേബിളിനകത്ത് 35 വരുമോ? വരത്തില്ല. 3യുടെ ടേബിളിൽ 3 into 10 30 വരെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ 30യുടെ കൂടെ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 33, അതായിരിക്കും 3 into 11 വരുന്നത്. പിന്നെ ഒരു 3 കൂടി ആഡ് ചെയ്യണം അല്ലെ, അടുത്ത മൾട്ടിപ്പിൾ 36. ഇങ്ങനെയാണ് 3യുടെ ടേബിൾ പോകുന്നത്. ഇത് 3 into 11, ഇത് 3 into 12 ഒക്കെ. പക്ഷെ ഇതിനകത്തൊന്നും 35 വരുന്നില്ല. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. 4 കൊണ്ട്, 4 ഒരു ഈവൺ നമ്പർ ആണ്. അപ്പം 4ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈവൺ നമ്പർ ആയിരിക്കും കേട്ടോ. അങ്ങനെയുണ്ട്. ഇനി 4 കഴിഞ്ഞാൽ പിന്നെ 5. ഓക്കെ, 5 പറ്റും അല്ലെ. ആക്ച്വലി ഇവിടെ 4 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ. 2ഉം 3യും നമുക്ക് ഡിവിസിബിൾ അല്ലാന്ന് കണ്ടാൽ പിന്നെ അടുത്തത് 5 നോക്കിയാൽ മതി. അപ്പൊ 5ന്റെ ടേബിളിൽ 35 ഉണ്ടോ? ഉണ്ട്, 7. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 into 7, ഇവിടെ 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ വേറെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. 5 into 7 ഇത് തന്നെയാണ് ഇവിടെ പ്രൈം പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത നമ്പർ വന്നിരിക്കുന്നത് 36 ആണ്. അപ്പോ 36 എന്ന് പറയുന്നത് ഈവൺ നമ്പർ അല്ലെ. നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഇവിടെ കിടക്കട്ടെ, ഇവരെ നമ്മൾ മറന്നു പോകാണ്ടിരിക്കാൻ ഇവരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 36 ഒരു ഈവൺ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ടേക്കിംഗ് ദ ഹാഫ്. 36ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 18. അപ്പൊ 2 പ്രൈം ആണ്, സർക്കിൾ ചെയ്തു. 18നെ വീണ്ടും, 18 ഒരു പ്രൈം ഈവൺ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 into 9. അപ്പൊ 2 സർക്കിൾ ചെയ്തു ബിക്കോസ് ഇറ്റ് ഇസ് പ്രൈം. ആൻഡ് ദെൻ 9നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. 3 into 3. ഇപ്പൊ കിട്ടിയ അവസാനം കിട്ടിയ രണ്ടുപേരും പ്രൈം ആണ്, സർക്കിൾ ചെയ്തു, അവിടെ നിർത്തി. അപ്പൊ 2 into 2 into 3 into 3. 2 into 2 into 3 into 3. ഇതാണ് 36ന്റെ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം. അതായത് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് 60 ആണ്. അപ്പോഴും നമ്മൾ ഓർക്കണം 2, 3, 5, 7, 11, 13 ഈ നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കണം. 60 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ടേക്കിംഗ് ദ ഹാഫ് 30 ആവും. വീണ്ടും 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് അഗൈൻ ഈവൺ. ആൻഡ് 2 into 15 ആണ് 30 അല്ലെ. ഹാഫ് എടുക്കുവാണ്. ഹാഫ് എടുക്കുന്ന പരിപാടി എളുപ്പമാണല്ലോ. ഇനി 15 എത്തിയപ്പോൾ 2 കൊണ്ട് പറ്റത്തില്ല. 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. 2ന്റെ ടേബിളിൽ 15 ഇല്ല. പിന്നെ അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3 into 5. ഇപ്പൊ കിട്ടിയ രണ്ട് നമ്പേഴ്സും എന്താണ്? പ്രൈം ആണ്, സർക്കിൾ ചെയ്തു. കഴിഞ്ഞു. 2 into 2 into 3 into 5. ഇതാണ് 2 into 2 into 3 into 5 ആണ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 60 എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇതോടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. 100നെ ഇതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ് മറക്കാതിരിക്കാൻ എഴുതുവാണ്. 2, 3, 5, 7, 11, 13 എറ്റ്സെട്ര. അപ്പൊ ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൈം ഫാക്ടറൈസേഷനിൽ. അപ്പൊ 2 എടുക്കുവാണ് ഫസ്റ്റ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും, ജസ്റ്റ് ടേക്കിംഗ് ദ ഹാഫ്. അപ്പൊ 2 സർക്കിൾ ചെയ്തു, ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈം. ദെൻ കംസ് 50. 50 ഈസ് ഓൾസോ ഈവൺ. സോ 2 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. അപ്പൊ 2 into 25 ആണ് 50 അല്ലെ. ഇതൊക്കെ എളുപ്പമായോണ്ട് കേട്ടോ സ്പീഡിൽ ചെയ്യുന്നത്. 2 into 25 50 കിട്ടും. ആൻഡ് 25 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആലോചിക്കണം, 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. 2ന്റെ ടേബിളിൽ 25 വരില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓഡ് നമ്പർ. ദെൻ 3യുടെ ടേബിളിൽ 25 ഇല്ല. 24 ആയിരുന്നെങ്കിൽ ഒപ്പിക്കായിരുന്നു, പക്ഷെ ഇത് 25 ആണ്. 3 കൊണ്ട് പറ്റത്തില്ല. ഇനിയുള്ളയാൾ 5 ഉള്ളൂ. അപ്പൊ 5 into 5 ആണ് 25. അപ്പൊ കിട്ടിയ രണ്ട് പ്രൈം ആണ്, അവിടെ തീർന്നു. അപ്പൊ 2 into 2 into 5 into 5 അതാണ് 100ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. എളുപ്പമല്ലേ?
കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.